ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരമായിട്ടുള്ള ടിപ്സാണ് ഇന്നും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള സ്റ്റീൽ ടാപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. അത് കുറച്ച് ദിവസം നമ്മൾ ക്ലീൻ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ഇതുപോലൊരു അവസ്ഥയിലാകും. വെള്ളം സോപ്പും ഒക്കെ തട്ടുന്ന സമയത്ത് ഇങ്ങനെ ആവാറുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല വൃത്തികേടാണ്. സ്റ്റീലിൻ്റെ ടാപ്പാണെങ്കിലാണ് ഇങ്ങനൊരു പ്രോബ്ലം വരിക. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമോ സോപ്പോ ഡിറ്റർജൻറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് പൈപ്പിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വാസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു കോട്ടിംഗ് പോലെ വർക്കായിട്ട് നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ വെള്ളവും സോപ്പും ഒന്നും ഇതിലേക്ക് തെറിക്കില്ല. അതുമൂലം തന്നെ നമ്മുടെ പൈപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം ഒന്നും വൃത്തികേടാവാതെ തന്നെ നമുക്ക് പൈപ്പൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ വാസ്ലൈൻ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേച്ച് കൊടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാസ്ലൈൻ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് ഞാൻ അതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ പൈപ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ എപ്പോഴുമുള്ള വാസ്ലൈൻ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയയാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കുറച്ചധികം പുളിയൊക്കെ നമ്മളുടെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു പേപ്പറിലോ കവറിലോ ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് കേടായിട്ട് അതിൽ പുഴുക്കളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കല്ലുപ്പിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ടിഷ്യൂ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടിഷ്യൂ ഉള്ളത് കൊണ്ട് എടുത്തു എന്ന് മാത്രം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ച കോഫി പൗഡറാണ്. ഏലക്കൊക്കെ ഇട്ട് പൊടിച്ചുകൊണ്ടാണ് ഈ ഒരു കളറിലുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് കേട്ടോ. ഒറിജിനലായിട്ട് നമ്മുടെ ആയുർവേദ ഷോപ്പിൽ നിന്നും വാങ്ങുന്ന നല്ല കർപ്പൂരം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒന്ന് മാത്രം മതിയാവും. ചെറുതായതുകൊണ്ടാണ് ഞാൻ 2-3 എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഇതുപോലുള്ള മൺചിരാതുണ്ടെങ്കിൽ അതിൽ കോഫി പൗഡർ നിറച്ച് കൊടുത്തതിന് ശേഷം നടുവിൽ കുറച്ച് കർപ്പൂരം ഇട്ട് കത്തിച്ചു കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലാണ് വെച്ച് കാണിച്ചു തരുന്നത്. എന്നിട്ട് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൊതുക് ശല്യം, ഈച്ച ശല്യം ഒക്കെ. സന്ധ്യാസമയത്തായിരിക്കും ഇവരെ കൊണ്ട് വല്ലാത്തൊരു ശല്യം. മാത്രമല്ല മാരകമായ അസുഖങ്ങളും ഇവർ വരുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഈ കോഫി പൗഡറിൻ്റെയും അതുപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ ഒക്കെ സ്മെല്ല് കൊണ്ട് തന്നെ ഈ ഈച്ചയും കൊതുകും നമ്മളുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല. നാച്ചുറലായിട്ട് നമുക്ക് മോസ്കിറ്റോ റെപ്പലൻ്റോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഇതുപോലെ നമുക്ക് കൊതുകിനെയും ഈച്ചയൊക്കെ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള റെമഡിയാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക് സൈറ്റ് അറിയിക്കാൻ മറക്കരുത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള കോഫി പൗഡറും കർപ്പൂരും കുറേ സമയം പുകഞ്ഞ് നന്നായിട്ട് കത്തി വരുന്നതാണ്. ആ പുകയിലാണ് കൊതുകൊക്കെ ഓടിപ്പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരം ആയാലും രാത്രി ആയാലും നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി ആയാലും അല്ലെങ്കിൽ വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സാധാ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാബേജ്, കുറച്ച് കരിവേപ്പില,
പച്ചമുളക് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. മക്കളൊക്കെ കടിക്കുന്ന സമയത്ത് എരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അരിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി കഴിക്കാത്ത മക്കളൊക്കെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അരിപ്പൊടിയിൽ പച്ചവെള്ളം ചേർത്ത് കുഴയ്ക്കാതിരിക്കുക. പച്ചവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ മാവ് ഹാർഡായി പോകും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള മാവും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറിക്ക് പകരമായിട്ട് കുറച്ച് ചീര ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വെജിറ്റബിൾസ് ഇട്ട് കാണിച്ചിരുന്നു എന്ന് മാത്രം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രേറ്റ് ചെയ്ത തേങ്ങയാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു വാഴൻ്റെ ഇല വാട്ടി വെച്ചിരുന്നു. അതിലേക്ക് ഞാൻ ഒരു ഉരുള വെച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. പക്ഷെ നമ്മൾ വാഴൻ്റെ ഇലയിൽ വെച്ച് ആക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും, നന്നായിട്ട് പരന്ന് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാഴയിലയോട് കൂടെ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും ഇല മാറ്റിയിട്ടും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇലയോട് കൂടെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു പിങ്ക് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് വെന്തതിന് ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിലും ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. മധുരം ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കിൽ കുറച്ച് പഞ്ചസാര, തേങ്ങ, ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഓവർ കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കരുത്. കുറച്ച് തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ചൂടോടുകൂടി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അധികം കട്ടിയൊന്നും ഇല്ലാതെ വളരെ തിന്നായിട്ടാണ് ഞാനിവിടെ പരത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആയാലും നന്നായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്കൊന്ന് കൊടുത്തിട്ടുണ്ട്. അവൾ കഴിച്ച് നോക്കുന്നുണ്ട്. അവൾ കറിയൊന്നും ഇല്ലാതെ തന്നെയാണ് കഴിക്കുന്നത്. നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഡെയിലി പാചകം കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നവരായിരിക്കും. എത്ര തന്നെ നമ്മൾ കണ്ട് ക്ലീൻ ചെയ്ത് എടുത്താലും ഇതുപോലെ ഈ സ്റ്റീൽ ഗാർഡിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടാവും. നമ്മൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്തെടുക്കുന്ന എല്ലാ സമയത്തും എവിടെയൊന്നും ക്ലീൻ ചെയ്തെടുക്കലുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറിയാൻ വെച്ചിട്ടുള്ള ടാബ്ലറ്റ് കവറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ സ്റ്റീൽ സ്ക്രബ്ബറോ അതോ വാഷിംഗ് ലിക്വിഡോ ക്ലീനിങ് ലിക്വിഡോ ഒക്കെ ഒന്ന് ഉപയോഗിച്ച് കഴുകാൻ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഇടയിലുള്ള അഴുക്കൊന്നും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്നാൽ ഇതുപോലൊരു ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഏത് ടാബ്ലറ്റ് കവർ ഉണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ വേറൊരു ടാബ്ലറ്റിൻ്റെ കവറും കൂടെ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് നല്ല ഷാർപ്പായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായി തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ എടുക്കുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്റ്റീൽ ഗാർഡിലും ഇതുപോലുള്ള അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ക്ലീൻ ആക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് 100% നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അഴുക്കൊക്കെ പോയിട്ട് നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കഴുകിയ സ്റ്റീൽ ഗാർഡിനും കഴുകാത്തതിനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ടാബ്ലറ്റിൻ്റെ കവർ വെച്ചിട്ടാണ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും ബർണറിൽ നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു. മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ബർണറൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗ്യാസ് അതുമൂലം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ബർണറിലേക്കൊക്കെ പാലായാലും കറിയായാലൊക്കെ തിളച്ച് ചിന്തുമ്പോൾ അതിൻ്റെ ഹോളിലൂടെയൊക്കെ കടന്നു ചെന്ന് ബർണറിന് അടപ്പ് വന്ന് ശരിക്കും കത്താതെ നമുക്ക് ഗ്യാസ് കുറേ ചിലവാകുന്നതാണ്. അപ്പോൾ നമുക്ക് മാസത്തിലൊരിക്കലൊക്കെ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബർണർ പുതുപുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാളൻപുളിയാണ്. അത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ബർണർ അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ഞാൻ വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ ലൈവായിട്ട് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. നന്നായിട്ട് അതിലുള്ള അഴുക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ ബർണറിൽ നാരങ്ങാനീര് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കിയതായിരുന്നു. അത് ക്ലീൻ ആയിട്ടില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് അതും കൂടെ ഞാൻ ഈ പുളിയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 1 അവറിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നന്നായിട്ട് അഴുക്കൊക്കെ പോകുന്നുണ്ട്. ഇനി ഞാനൊരു സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചൊന്ന് കഴുകിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് കുറച്ച് ലിക്വിഡ് ഞാൻ ഇതിലേക്കൊന്ന് ആക്കിയിട്ടുണ്ട്. ഞാൻ നാരങ്ങാനീരും ബേക്കിംഗ് സോഡയും ചേർത്ത മിശ്രിതത്തിലായിരുന്നു ആ ചെറിയ ബർണർ ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് കളറൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പുളിവെള്ളത്തിലേക്കൊന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ റിസൾട്ട് കിട്ടിയത്. വലിയ ബർണർ ഞാനൊരു ഓവർനൈറ്റ് വെച്ചതായിരുന്നു. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെറും പുളിവെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകിയാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് വല്ലാണ്ട് മെനക്കെടാതെ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇനി വേണമെങ്കിൽ ഈ ചെറിയ ബർണർ കുറച്ച് സമയം കൂടെ നമുക്ക് പുളിവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മറ്റേ വലിയ ബർണറിൻ്റെ പോലെ തന്നെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഉണങ്ങിയ തുണി വെച്ചിട്ട് ബർണറൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ചെറിയൊരു എണ്ണ ഉപയോഗിച്ച് ഇതിൻ്റെ ഹോളിലൊക്കെ ഒന്ന് കുത്തി അടപ്പുണ്ടെങ്കിൽ അതും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിലൂടെ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.